വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 21 മുതൽ 28 വരെയുള്ള വാക്യങ്ങളിൽ യേശു പറയുന്ന 4 പ്രധാന കാര്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ ധ്യാന വിഷയം. 1. കർത്താവേ കർത്താവേ എന്നോട് വിളിച്ചപേക്ഷിക്കുന്നവനല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. അതായത് കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുകയും അവിടുത്തെ നാമത്തിൽ പ്രവചിക്കുകയും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നതിനേക്കാൾ പ്രധാനം സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നതാണ്. അന്ന് പലരും എന്നോട് ചോദിക്കും, കർത്താവേ, ഞങ്ങൾ നിൻ്റെ നാമത്തിൽ പ്രവചിക്കുകയും പിശാചുക്കളെ പുറത്താക്കുകയും നിരവധി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലേ? അപ്പോൾ ഞാൻ അവരോട് പറയും, നിങ്ങളെ ഞാൻ ഒരിക്കലും അറിഞ്ഞിട്ടില്ല. അനീതി പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോകുവിൻ. 2. കർത്താവിൻ്റെ വചനങ്ങൾ ശ്രവിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ ഭവനം പണിത വിവേകമതിയായ മനുഷ്യന് തുല്യനായിരിക്കും. മഴ പെയ്തു, വെള്ളപ്പൊക്കമുണ്ടായി, കാറ്റൂതി, അത് ഭവനത്തിന്മേൽ ആഞ്ഞടിച്ചു, എങ്കിലും അത് വീണില്ല. എന്തുകൊണ്ടെന്നാൽ അത് പാറമേൽ സ്ഥാപിതമായിരുന്നു. വിശ്വാസമാകുന്ന പാറമേൽ ഉറച്ച അടിസ്ഥാനമിട്ട് ഭവനം പണിയുവാൻ കർത്താവ് നമ്മെ ആഹ്വാനം ചെയ്യുകയാണ്. ഉറച്ച വിശ്വാസത്തിന്മേൽ പണിതുയർത്തപ്പെട്ട ജീവിതങ്ങൾ ഏത് പ്രതികൂലങ്ങളെയും അതിജീവിക്കും. 3. കർത്താവിൻ്റെ വചനങ്ങൾ കേൾക്കുകയും അത് അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ മണൽപ്പുറത്ത് ഭവനം പണിത ഭോഷന് തുല്യനായിരിക്കും. മഴ പെയ്തു, വെള്ളപ്പൊക്കമുണ്ടായി, കാറ്റൂതി, അത് ഭവനത്തിന്മേൽ ആഞ്ഞടിച്ചു, അത് വീണുപോയി, അതിൻ്റെ വീഴ്ച വലുതായിരുന്നു. അതായത് ഉറച്ച വിശ്വാസമില്ലാത്തവരുടെ ജീവിതങ്ങൾ മണൽപ്പുറത്ത് പണിത ഭവനങ്ങൾ പോലെയാണ്. പ്രതികൂലങ്ങൾ ഉണ്ടാകുമ്പോൾ തകർന്നടിയും. 4. 28-ാം വാക്യത്തിൽ പറയുന്നു, യേശു ഈ വചനങ്ങൾ അവസാനിപ്പിച്ചപ്പോൾ ജനാവലി അവൻ്റെ പ്രബോധനത്തെപ്പറ്റി വിസ്മയിച്ചു. കാരണം അവരുടെ നിയമജ്ഞരെ പോലെയല്ല, അധികാരമുള്ളവനെ പോലെയാണ് അവൻ പഠിപ്പിച്ചത്. ഈ വാചകം യേശുവിൻ്റെ പ്രബോധനങ്ങളുടെ ആധികാരികത എടുത്തുകാട്ടുന്നു. കാരുണ്യവാനായ കർത്താവേ, അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കുകയും അവിടുത്തെ നാമത്തിൽ പ്രവചിക്കുകയും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നതിനേക്കാൾ പ്രധാനം സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നതാണെന്ന ബോധ്യത്തോടെ ജീവിക്കാനും വിശ്വാസമാകുന്ന ഉറച്ച പാറമേൽ അടിസ്ഥാനമിട്ട് ജീവിതമാകുന്ന ഭവനം പണിതുയർത്താനും യേശുവിൻ്റെ പ്രബോധനങ്ങളുടെ ആധികാരികത മനസ്സിലാക്കി അവയെ വിലമതിക്കാനും അനുവർത്തിക്കാനും ഞങ്ങളെ സഹായിച്ചനുഗ്രഹിക്കണമേ. ഈ പ്രാർത്ഥന നിരന്തര ധ്യാനമാക്കി ജീവിച്ച് നമുക്ക് അനുഗ്രഹീതരാകാം. സർവശക്തൻ നമ്മെ സഹായിച്ചനുഗ്രഹിക്കട്ടെ. ആമേൻ.